ഹലോ, വെൽക്കം ടു കറി ലീവ്സ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. അപ്പോൾ പരിപ്പ് വടക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അരക്കട്ടോരി തൂരപ്പരിപ്പ്, അരക്കട്ടോരി മസൂർ ദാൽ അതായത് ചുവന്ന പരിപ്പ്, പിന്നെ ഒരു ഉള്ളി, ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ 2 തണ്ട് കറിവേപ്പില എന്നിവയാണ് എടുത്തിരിക്കുന്നത്. 2 പരിപ്പുകളും ഞാൻ 1 മണിക്കൂറായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് ഈ പരിപ്പുകൾ ചതച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ വേണം ചതച്ചെടുക്കാൻ. എന്നാൽ നല്ല ഫൈനായിട്ട് ചതക്കരുത്. ഒരു 2-3 തവണ മിക്സി കറക്കിയാൽ മതി. ഞാനൊരു 2-3 സ്പൂണ് പരിപ്പുകൾ അരക്കാതെ വെച്ചിട്ടുണ്ട്. ഈ പരിപ്പ് വടയിൽ ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ കിടക്കുന്ന കാണാനൊരു രസമല്ലേ, അപ്പം അത് അരക്കാതെ 2-3 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച പരിപ്പും ഉള്ളി, ഗ്രേറ്റ് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇവയെല്ലാം കൂടി മിക്സാക്കാം. കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സാക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ചെടുത്ത പരിപ്പ് ചെറിയ ബോളാക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇടാം. അടിഭാഗം വെന്തിട്ടുണ്ട്. അപ്പം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. നല്ല മഴ പെയ്യുന്ന സമയത്ത് പരിപ്പടയും ചായയും കഴിക്കാൻ നല്ല രസമാണൊക്കെ സിനിമകളിലൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. എന്തായാലും പരിപ്പട കഴിക്കാനൊരു രസം തന്നെയാണ്. 2 സൈഡും വെന്തിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. അങ്ങനെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും പരിപ്പുവട ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. താങ്ക് യു.